لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا لا يحل لكم أن ترثوا النساء كرها ولا تعضلوهن لتذهبوا ببعض ما آتيتموهن إلا أن يأتين بفاحشة مبينة وعاشروهن بالمعروف فإن كرهتموهن فعسى أن تكرهوا شيئا ويجعل الله فيه خيرا كثيرا. ബഹുമാന്യ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ യഥാവിധി സൂക്ഷിച്ചുകൊണ്ടും അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കാൻ ശ്രദ്ധിക്കണം, പരമാവധി പരിശ്രമിക്കണമെന്ന കാര്യം ഒന്നാമതായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. മുഅ്മിനീങ്ങളും മുത്തഖീങ്ങളുമായി ജീവിക്കാൻ, ഈമാനോടുകൂടി മരിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ കുറച്ചു മുമ്പ് കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് കുറെ വിഷയങ്ങൾ ഇങ്ങനെ സംസാരിച്ചു വരികയായിരുന്നു. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കുടുംബജീവിതം. അപ്പൊ അതിനിടയ്ക്ക് മറ്റ് സാന്ദർഭികമായി പല വിഷയങ്ങൾ, സമയങ്ങൾ വന്നപ്പോൾ നമ്മൾ അത്തരം വിഷയങ്ങളിലേക്ക്, ഈ വിഷയത്തിന് ബ്രേക്ക്, അത്തരം വിഷയങ്ങളെ കുറിച്ചാണ് സംസാരിച്ചത്. ഇപ്പൊ പറഞ്ഞു പൂർത്തിയാക്കാത്ത കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞ വിഷയം നമുക്ക് പൂർത്തിയാക്കേണ്ടതുണ്ട്. അപ്പൊ കുടുംബത്തിൽ സമാധാനം എന്നൊരു വിഷയമാണ് അവസാനമായിട്ട് പറഞ്ഞത്. മനുഷ്യന് ഏറ്റവും കൂടുതൽ സമാധാനം വേണ്ടത് കുടുംബത്തിലാണ്. കുടുംബത്തിൽ സമാധാനം ഉണ്ടെങ്കിലേ ജീവിതത്തിൽ സമാധാനമുള്ളൂ. അപ്പൊ കുടുംബജീവിതം സ്വസ്ഥമായിരിക്കുക, ശാന്തമായിരിക്കുക, സമാധാനമായിരിക്കുക, അതിനെന്തൊക്കെ ചെയ്യണം നമ്മൾ എന്നതിനെ സംബന്ധിച്ചാണോ? അപ്പൊ അതില് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, ഇപ്പൊ കുടുംബജീവിതത്തിൽ സമാധാനപൂർവ്വം ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ടല്ലോ. കുറെ കുടുംബങ്ങൾ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നുണ്ട്, സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്നു. കുറെ കുടുംബങ്ങളിൽ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഈ സ്വസ്ഥമായി ജീവിക്കുന്ന കുടുംബങ്ങളിൽ അങ്ങനെ ഒരു സ്വസ്ഥതയും ശാന്തിയും ഉണ്ടാവാനുള്ള കാരണം എന്തായിരിക്കും എന്ന് പഠിച്ചാൽ, അല്ലെങ്കിൽ പ്രശ്നങ്ങളുള്ള കുടുംബത്തിൽ ഈ പ്രശ്നങ്ങളുടെയൊക്കെ അടിത്തറ അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനപരമായ കാരണങ്ങൾ എന്താണ് എന്ന് നോക്കിയാൽ അവിടെ നമുക്ക് ബോധ്യപ്പെടുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ്. കുടുംബ പ്രശ്നങ്ങൾ അത് അടിപിടി, കുഴപ്പങ്ങളായിട്ട് വിവാഹമോചനത്തിലേക്ക് എത്തുന്ന അവസ്ഥകളുണ്ട്. പലപ്പോഴും പല കുടുംബ പ്രശ്നങ്ങളും നമ്മൾ അറിയാറുണ്ട്, ചിലപ്പോഴൊക്കെ ഇടപെടേണ്ടി വരാറുണ്ട്. അപ്പൊ ആ പ്രശ്നങ്ങളിലൊക്കെ നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോ അവിടെയും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഗതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പരാതികളാണ് പ്രധാനമായിട്ട്. പരാതികളുടെ അടിസ്ഥാനം എന്താന്ന് വെച്ചാൽ തന്നില്ല, കിട്ടിയില്ല,
പരിഗണിച്ചില്ല. രണ്ടു ഭാഗത്തും ഒരേപോലെ പരാതിയാണ്. എന്നവർ ഇവിടുത്തെ തന്നെ അപ്പുറത്ത്, അപ്പൊ അവിടെ അതേ പരാതിയാണ്. അപ്പൊ രണ്ടു ഭാഗത്തും തങ്ങളെ പരിഗണിച്ചില്ല, തങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടിയില്ല, തരേണ്ടത് തന്നില്ല. അത് സ്നേഹമായിരിക്കാം, അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള മറ്റു ജീവിത ആവശ്യങ്ങളായിരിക്കാം, പരിഗണനയായിരിക്കാം, ഒക്കെ. ഈ കിട്ടാത്തതിനെ കുറിച്ചുള്ള പരാതികളാണ് കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ അവര് നമ്മുടെ മുമ്പിൽ വെക്കുക, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇതൊക്കെ ചുറ്റിപ്പറ്റി കിടക്കുന്നത് ഈ ആദ്യം പറഞ്ഞ ഈ സമാധാനമുള്ള ജീവിതം നടക്കുന്നതോ അല്ലെങ്കിൽ സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ കാരണമോ ഈ ദമ്പതികൾ തമ്മിൽ പിരിഞ്ഞു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവണം. അവിടെയൊക്കെ കിടക്കുന്ന സംഗതി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇത് രണ്ടുപേര് തമ്മിൽ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ, ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ ഒന്നിച്ചു ചേർന്ന് ജീവിക്കാൻ തീരുമാനിക്കുന്നതാണ് എന്ന ആ അടിസ്ഥാന തത്വം ഇവർ മറന്നുപോകുന്നു എന്നതാണ്. നമ്മൾ രണ്ടുപേര്, രണ്ട് വ്യത്യസ്ത കുടുംബങ്ങളിൽ രണ്ട് വ്യത്യസ്ത വ്യക്തിത്വങ്ങൾ ഒന്നായി ജീവിക്കാൻ തീരുമാനിക്കുകയാണ്. അതൊരു കരാറാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞ വാഖദന മീൻകും മീസാഖൻ ഖലീല എന്നാണ്. വാഖദന മീൻകും മീസാഖൻ ഖലീല, ഒരു ഉറപ്പേറിയ കരാറിന്റെ അടിസ്ഥാനത്തിൽ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിക്കുക. രണ്ടാളാണ്, അതോടൊപ്പം അവർ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിക്കുക. അപ്പൊ ആ ഒന്നിച്ച് ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ ആ കരാറിൽ പാലിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് എന്ത് പറയാം? കടമകൾ എന്ന് പറയാം. ബാധ്യത എന്ന് പറഞ്ഞാൽ ചില ഭാഗത്തൊക്കെ ഒരു ഭാരം എന്ന വാക്ക്, അതിന്റെ അർത്ഥം ഈ ബാധ്യതക്ക് എടുക്കാറുണ്ട്. അതുകൊണ്ട് ബാധ്യത, ഞാൻ ഒരിക്കൽ എന്തോ പറഞ്ഞപ്പോൾ അത് നമ്മുടെ ബാധ്യതയാണ്, മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണെന്ന് പറഞ്ഞപ്പോ തെക്കൻ കേരളത്തിലെ ഒരാൾ പറഞ്ഞു, നിങ്ങൾ ഈ ബാധ്യത എന്ന് എന്താ പറയുന്നത്? ബാധ്യത എന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു ഭാരം ആയിട്ട് വരുന്ന സംഗതിയാണ്, അവർ വാക്കുകളുടെ പ്രയോഗം. പക്ഷെ കടമ എന്ന വാക്കിന് അങ്ങനെ തെറ്റായ മനസ്സിലാക്കാവുന്ന ഒരു അർത്ഥം ഇല്ലാത്തത് കൊണ്ട് ഞാൻ കടമ എന്ന് പറയാം. കടമ എന്ന് പറഞ്ഞാൽ ഈ ദമ്പതികൾ, ഭാര്യയും ഭർത്താവും പുരുഷനും സ്ത്രീയും അവരവരുടെ ജീവിതത്തിൽ അവർ പാലിക്കേണ്ടുന്ന കടമകൾ പാലിച്ചാൽ, അവരുടെ ഉത്തരവാദിത്തങ്ങൾ അവർ പൂർത്തീകരിച്ചാൽ തന്നെ ഈ പരാതിക്ക് വലിയ ശമനമുണ്ടാവും, അല്ലെങ്കിൽ അതിന് ഇടം കുറയും. അപ്പൊ എന്താ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഇന്നിപ്പോ ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ, ഇതൊന്നും ഇപ്പൊ പുതിയൊരു കാര്യങ്ങളല്ല, നമ്മൾ എത്രയോ കാലമായിട്ട് കേട്ട് അറിഞ്ഞൊക്കെ ചെയ്യുന്നതാണ്. പക്ഷെ പ്രശ്നങ്ങൾ പഴയപടി അങ്ങനെ തന്നെ കിടക്കുക. അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ പിന്നെയും പറയേണ്ടി വരികയാണ്. പ്രശ്നങ്ങൾ അങ്ങനെ തന്നെ കിടക്കാം. നമുക്ക് അറിവുണ്ട്, പക്ഷെ ആ അറിവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ബോധമായിട്ട് പ്രായോഗികമായിട്ട് എടുക്കാൻ നമുക്ക് പറ്റാത്തത് നമ്മുടെ പ്രശ്നം. അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാം. അപ്പൊ എന്താണ് പ്രശ്നം? കടമകൾ മനസ്സിലാക്കുക. പ്രധാനമായിട്ട് ഒന്നാമത്തത് പുരുഷനെ കുറിച്ച് പറയാം. കാരണം പുരുഷനാണല്ലോ കുടുംബത്തിന്റെ നാഥൻ. അത് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ മുമ്പ് അവസാനിപ്പിച്ച് അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, അല്ലെ? കുടുംബത്തിന്റെ നാഥൻ പുരുഷനാണ്. അപ്പൊ കുടുംബം എന്ന സ്ഥാപനത്തിന് നേതൃത്വം കൊടുക്കുന്നത് പുരുഷനാണ് എന്നതുകൊണ്ട് ആ പുരുഷൻ എന്ത് ചെയ്യണം? തന്റെ കടമകൾ ഒന്നാമതായിട്ട് നിർവഹിക്കണം. വിശുദ്ധ ഖുർആൻ എന്താണ് പുരുഷന്മാരോട് പറഞ്ഞു എന്നറിയും? ഞാൻ ഓതി വെച്ച ആയത്ത് സൂറത്തുൽ നിസായിലെ 19-ാമത്തെ ആയത്താണ്. ആ ആയത്തില് ഇങ്ങനെ പറഞ്ഞിട്ട് അതിന്റെ ഏതാണ്ട് മധ്യഭാഗത്ത് അവസാന ഭാഗത്തെത്തുമ്പോഴേക്കും ഇങ്ങനെ പറയും, വഅശിറൂഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങളുടെ ഇണകളോട് നിങ്ങൾ ഏറ്റവും മാന്യമായി ഇടപെടുക, വർത്തിക്കുക. ഏറ്റവും മാന്യമായി നിങ്ങൾ അവരോട് വർത്തിക്കുക. ഫൈൻ കരിഹ്തുമൂഹുന്ന, നിങ്ങൾക്ക് അവരോട് എന്തെങ്കിലുമൊക്കെ വെറുപ്പ് തോന്നുന്ന പക്ഷം, ഫഅസാ അൻ തക്റഹു ശൈഅൻ, നിങ്ങൾക്കൊരു കാര്യത്തിൽ ഒരു വെറുപ്പ് തോന്നുകയാണെങ്കിൽ, വയജഅലല്ലാഹു ഫീഹി ഖൈറൻ കസീറ, അല്ലാഹു തആല അതിൽ ധാരാളം ഖൈർ വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ ഏറ്റവും മാന്യമായിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ സമീപിക്കുവാൻ, നിങ്ങളുടെ ഇണയെ നിങ്ങൾ സമീപിക്കാനെന്ന് പുരുഷന്മാരോടാണ് ആദ്യമായിട്ട് പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞ ഹദീസുകളില്ലേ, ഒരുപാട് ഹദീസുകളുണ്ട്. അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖ, വിശ്വാസികളിൽ ഏറ്റവും ഈമാൻ പൂർണ്ണമായവൻ അവരിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവനാണ്. ആരാണ് ഏറ്റവും നല്ല മുഅ്മിൻ? പൂർണ്ണ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ഈമാൻ പൂർണ്ണമായിട്ടുള്ളത് ഏറ്റവും നല്ല സ്വഭാവമുള്ളവനാണ്, അല്ലെ? എന്നിട്ട് പറഞ്ഞ അല്ലാഹുവിന്റെ റസൂൽ, ഖിയാറുക്കും ലിനിസാഇഹിം, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ അവരുടെ സ്ത്രീകളോട് നന്നായി പെരുമാറുന്നവനാണ്. സ്ത്രീകളോട് ഏറ്റവും നല്ല രൂപത്തിൽ, സ്ത്രീ എന്ന് പറഞ്ഞാൽ ഇവിടെ ഭാര്യയാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ നിങ്ങളുടെ ഭാര്യമാരോട് നന്നായി പെരുമാറുന്നവനാണ്.
വേറൊരു ഹദീസ് നോക്കൂ, ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലി, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായവൻ, നല്ലവൻ അവന്റെ കുടുംബത്തോട് ഏറ്റവും നല്ലവനാണ് അവനാണ്. ഇതിന് അല്ലാഹുവിന്റെ റസൂല് പറയാ, അന ഖൈറുക്കും ലി അഹ്ലി, ഞാൻ നിങ്ങളിൽ എന്റെ കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ്, നന്നായി വർത്തിക്കുന്നവനാണ്. സ്ത്രീകളെ, എന്നിട്ട് ആ ഹദീസിന്റെ ബാക്കി നോക്കൂ, മാ അക്രമൻ നിസാഅ ഇല്ലാ കരീം, സ്ത്രീകളെ മാനിക്കുന്നവനാണ് മാന്യൻ. മാന്യന്മാരാണ് സ്ത്രീകളെ മാനിക്കുക. വലാ അഹാനഹുന്ന ഇല്ലാ ലഈം, അവരെ നിന്ദിക്കുകയില്ല നിന്ദ്യന്മാരല്ലാതെ. വേറൊരു ഹദീസ് അങ്ങനെ ഉണ്ട്, മാ അക്രമഹുന്ന ഇല്ലാ കരീം വമാ അഹാനഹുന്ന ഇല്ലാ ലഈം, മാന്യന്മാരാണ് സ്ത്രീകളെ മാനിക്കുക, നീചന്മാര് സ്ത്രീകളെ നിന്ദിക്കും. അപ്പൊ അങ്ങനെ ഇതൊക്കെ നമ്മൾ പല അനുഭവങ്ങളിൽ കാണുന്നതാണ്. കെട്ടിയ പെണ്ണ് എന്ന് പറഞ്ഞാൽ ഭാര്യ എന്ന് പറഞ്ഞാൽ ഇയാള് ഭർത്താവും ഭാര്യ. നമുക്ക് എപ്പോഴും കേട്ടിട്ടുണ്ടല്ലോ, ഈ മലയാള ഭാഷയുടെ ഒരു പ്രശ്നമാണ്. ഭാര്യ എന്ന് പറഞ്ഞാൽ ഭാഷാർത്ഥം ഭരിക്കപ്പെടുന്നവൾ, ഭർത്താവ് എന്ന് വെച്ചാൽ ഭരിക്കുന്നവനാണ്. അപ്പൊ ഒരു ഭർത്താവ് ഒരു ഭരിക്കുന്നവനും ഭാര്യ ഭരിക്കപ്പെടുന്നവളുമായിട്ട് ഖുർആനിൽ അങ്ങനെയല്ലല്ലോ പറഞ്ഞ്. ഖുർആനിൽ ഇണ തുണ എന്നാണ് പറഞ്ഞത്, അസ്വാജ് എന്നാ പറഞ്ഞത്, ഇണകൾ. അപ്പൊ ഇണയും തുണയാണ്. ഒരാൾ ഭരിക്കുന്ന ആളും മറ്റൊരാൾ ഭരിക്കപ്പെടുന്ന ആളല്ല. അപ്പൊ ഈ ഭരിക്കുന്ന ആളുടെ ഭരണം അങ്ങോട്ട് നടത്തിയിട്ട് യാതൊരു തരത്തിലുള്ള അവകാശങ്ങളോ അല്ലെങ്കിൽ അംഗീകാരം, ഒരു വ്യക്തിത്വം എന്ന രൂപത്തിൽ അംഗീകരിക്കാതിരിക്കണം. പല അനുഭവങ്ങളുണ്ട്. ഒരു വ്യക്തിത്വം, ഒരു നേരിട്ടറിയുന്ന അനുഭവമാണ് പറയണത്. ഒരു വീട്ടില്, ഒരു വീടിന്റെ മുമ്പിലത്ത് ഒരു വൈകുന്നേരം ഒരു വാൻ വന്നു നിന്നു. എന്താ പറയാ, ചെറിയ വണ്ടിയില്ലേ, കൊട്ട ജീപ്പോ മറ്റൊന്നൊക്കെ പറയുന്നു. അങ്ങനെ ഒരു സാധനം വന്നു നിന്നു. അതിൽ നിന്ന് പന്തലിന്റെ കാല്, തുണി, കസേര, മേശ അതൊക്കെ അവിടെ ഇറക്കി വെച്ചു. അതുകൊണ്ട് അവര് പോയി. അപ്പോ ആ വീട്ടിലുള്ള സ്ത്രീകൾ പുറത്തു വന്നിട്ട് ചോദിച്ചിട്ട്, എന്താ ഇവിടെ എന്താ സംഭവം? അപ്പൊ പറഞ്ഞു, അറിയില്ലേ, നാളെ ഇവിടെ നിശ്ചയല്ലേ എന്നാ. നാളെ സ്വന്തം മോളുടെ വിവാഹ നിശ്ചയമാണ് നാളെ ഇവിടെ നടക്കാൻ പോകണം. അതിന് പന്തലിടുകയാണ്. ഞാൻ വെറുതെ ഒരു കിസ്സ പറയല്ല. പക്ഷെ ഈ വീട്ടിലിരിക്കുന്ന ഈ കുട്ടിയുടെ ഉമ്മയും ഇദ്ദേഹത്തിന്റെ ഭാര്യയുമായിട്ടുള്ളവർ ഇതറിഞ്ഞിട്ടില്ല. ഇതാണ് ഈ പറഞ്ഞ ഈ ഏകാധിപത്യ ഭരണം എന്നൊക്കെ പറയണേ. വഅശ്റുഹുന്ന ബിൽ മഅറൂഫ്, ഏറ്റവും മാന്യമായിട്ടല്ലേ, അവരെ മാനിച്ചും ആദരിച്ചും എല്ലാ വിഷയങ്ങളിലും അവരെ പങ്കുകൊള്ളിച്ചും അവരുമായിട്ട് ചർച്ച ചെയ്തിട്ടും അല്ലെ, കൂടിയാലോചിക്കുക എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. അത് ഭർത്താവിന് തീരുമാനമൊക്കെ എടുക്കുക. ഇവിടുത്തെ കാര്യം ഞാൻ തീരുമാനിക്കും, അങ്ങനെയൊക്കെ പറയല്ലോ. അങ്ങനെ പറയുന്നതൊക്കെ ഇവിടുത്തെ കാര്യം എന്താണെന്ന് ഞാൻ തീരുമാനിക്കും അല്ലെ എന്ന് പറയാ. അത് അധികാരത്തിന്റെ ഹുങ്കിന്റെ വർത്തമാനം. കുടുംബജീവിതത്തിൽ അത് നടക്കൂല. അങ്ങനെയാണ് അവിടെ നടക്കുന്നതെങ്കിൽ അവിടെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നേരെ മറിച്ച് അവിടെ എന്ത് വേണം, ഭക്ഷണം പോലും എന്ത് വേണം കൂടി ആലോചിക്കണം, വസ്ത്രം എന്ത് വേണം കൂടി ആലോചിക്കണം, പരിപാടികൾ എന്താണെന്ന് കൂടി ആലോചിക്കണം, യാത്ര എന്താണെന്ന് കൂടി ആലോചിക്കണം. എല്ലാ വിഷയങ്ങളും തന്റെ പങ്കാളിയുമായിട്ട് കൂടി ആലോചിക്കുന്ന ഒരു പുരുഷൻ, അപ്പോഴാണ് അവിടെ റെസ്പെക്ട് കിട്ടുന്നത്. ഇല്ലെങ്കിൽ അവിടെ ഈ പറഞ്ഞ ഇൻസൾട്ടിങ് എന്ന് പറഞ്ഞാൽ അത് പിന്നെ പല രൂപത്തിൽ, വേറെ പല രൂപത്തിൽ ഇൻസൾട്ട് ചെയ്യും. പലയിടത്തുള്ള പരാതി സ്വന്തത്തെ പറഞ്ഞു എന്നല്ല, വാപ്പാനെ പറഞ്ഞു എന്നാ. എന്നെ പറഞ്ഞത് എനിക്ക് പ്രശ്നമില്ല. എന്റെ അടുത്തൊരു പെൺകുട്ടി പറഞ്ഞു, എന്നെ പറഞ്ഞത് എനിക്ക് പ്രശ്നമല്ല, എന്റെ വാപ്പാനെയും പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു എന്റെ വാപ്പാക്ക് ഭ്രാന്താന്നും പറഞ്ഞു. പിന്നെ എന്റെ ആങ്ങളെയും പറഞ്ഞു, എന്റെ ആങ്ങള അങ്ങനെ നടക്കാന്ന് പറഞ്ഞു. ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്ന സംഗതികളാണ്. എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതാണ് ഈ പറഞ്ഞ സംഗതി. ഏറ്റവും കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം അല്ലെ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. പ്രശ്നങ്ങൾ ഉണ്ടായാൽ എന്താണ് വേണ്ട? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനുവേണ്ടി പറഞ്ഞ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ തഫ്സീറുകളിൽ പറയുന്ന ഒരു ഹദീസ് കൂടിയുണ്ട്. എന്ത്? വഅശ്റുഹുന്ന ഫിൽ മഅറൂഫ് ഫഇൻ കരിഹ്തുമൂഹുന്ന ഫഅസാ അൻ തക്റഹു ശൈഅൻ വയജഅല അല്ലാഹു ഫീഹി ഖൈറൻ കസീറ എന്ന് പറഞ്ഞ ഹദീസ്. ഏറ്റവും മാന്യമായിട്ട് അവരോട് പെരുമാറണം. എന്തെങ്കിലും ഒരു വിഷമം നിങ്ങൾക്ക് അവരോട് തോന്നുന്നുണ്ടെങ്കിൽ വേറെ ഖൈർ അതിലുണ്ടാകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ തഫ്സീറുകളിൽ ഒരു ഹദീസ് പറയും. അതെന്താണെന്നറിയോ? സ്ത്രീകളിൽ നിങ്ങൾക്ക് അനിഷ്ടകരമായി വല്ലതും നിങ്ങൾ കാണുകയാണെങ്കിൽ, നിങ്ങളുടെ ഭാര്യമാര്, പുരുഷന്മാരോടാണ് സംസാരിക്കുന്നത്, നിങ്ങളുടെ ഭാര്യമാരിൽ അനിഷ്ടകരമായിട്ട് നിങ്ങൾക്ക് വല്ലതും കാണുകയാണെങ്കിൽ നിങ്ങൾ നോക്കണം, അവരിൽ വേറെ ഗുണങ്ങൾ പലതും ഉണ്ടല്ലോ എന്ന്. ആര് പറയാ? അള്ളാന്റെ റസൂല് പറയാം. സ്വഭാവം കുറച്ച് മോശമാണെന്ന് നോക്കുക, പക്ഷെ വീട് നന്നായിട്ട് കൊണ്ടുനടക്കും, കുട്ടികളെ നന്നായിട്ട് നോക്കും,
അല്ലെങ്കിൽ മറ്റൊരു ഗുണം ഒരുപാടുണ്ട്. അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കി കുറച്ച് മോശമാണ്, ഭക്ഷണത്തിന് വേണ്ടത്ര ടേസ്റ്റ് ഇല്ല. അപ്പുറത്ത് പോയി അവിടുന്ന് കഴിച്ച എന്താ ബിരിയാണി, ഇവിടെ എന്താ ചിക്കൻ കറി, മട്ടൻ അല്ലെ, ഇവിടുത്തെ എന്താ ഇങ്ങനെ അല്ലെ, ഉപ്പില്ല മുളകില്ല പുളിയില്ല, അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട് ഭക്ഷണം അല്ലെ. അപ്പോ കുറച്ച് മോശമാണ്, പക്ഷെ സ്വഭാവം എന്തോരം നല്ലതാണ്. അപ്പുറത്ത് ബിരിയാണിയല്ലേ ഉള്ളൂ, സ്വഭാവമില്ല. ഇവിടെ നല്ല എന്ത് സ്വഭാവം, എന്ത് നല്ല പെരുമാറ്റം അല്ലേ. അപ്പൊ ഒരു ഗുണമുണ്ടോ, ഒരു ദോഷമുണ്ടോ, ഒരു ഗുണമുണ്ട്. അപ്പൊ അള്ളാന്റെ റസൂല് പറയാ, ഈ ഹദീസിന്റെ ആയത്തിന്റെ വിശദീകരണത്തിൽ അള്ളാന്റെ റസൂല് ഹദീസായിട്ട് പറയാ, നിങ്ങളുടെ ഭാര്യയിൽ ഒരു ദോഷം ഉണ്ടെങ്കിൽ അവളിലൊരു ഗുണമുണ്ടോ എന്ന് നോക്കുക, എന്നിട്ട് ആ ഗുണത്തെ കൊണ്ട് ഈ ദോഷത്തെ കവർ ചെയ്യും. എല്ലാം തേഞ്ഞ ആരുമില്ല, എല്ലാം തേഞ്ഞ ആണുമില്ല, എല്ലാം തേഞ്ഞ പെണ്ണുമില്ല. ഇതിങ്ങനെ ആവേശികമായിട്ട് ഏറിയും കുറഞ്ഞൊക്കെ ഇരിക്കും. അപ്പൊ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ സമീപനം ഏറ്റവും മാന്യമായി റെസ്പെക്ട്ഫുൾ ആയിട്ട്, അത് ബഹുമാനപൂർവ്വം, സ്ത്രീകളെ ബഹുമാനിക്കാനാണ് നമ്മളെ പഠിപ്പിച്ചത്. ആണുങ്ങളോടാണ് ഈ പറയുന്നത്. മുകളിൽ പെണ്ണുങ്ങൾ സഹോദരിമാർ ഇത് കേൾക്കുന്നുണ്ടാവും, പെണ്ണുങ്ങൾ കേൾക്കാത്ത മാതിരി ഇരുന്നോ. പുരുഷന്മാരോടാണ് നമ്മൾ പറയുന്നത്. എന്താ പറയണ അറിയോ? സ്ത്രീകളെ ബഹുമാനിക്കുക. മാ അക്രമഹുന്ന ഇല്ലാ കരീം വമാ അഹാനഹുന്ന ഇല്ലാ ലഈം. മാന്യന്മാര് സ്ത്രീകളെ മാനിക്കും, നീചന്മാരാണ് അവളെ നിന്ദിക്കുക. അപ്പൊ നമ്മുടെയൊക്കെ മാന്യത എത്രത്തോളം ഉണ്ട് നമ്മുടെ വീട്ടുകാർ പറയണം. ബേജാറുള്ള കേസ്. നമ്മൾ മാന്യനാണോ എന്ന് ആര് പറയണം? നമ്മുടെ ഭാര്യമാര് പറയണം, നമ്മുടെ വീട്ടിലുള്ളവർ പറയണം. അവിടെ നമുക്ക് മാന്യതയുണ്ടോ അവരാണ് മാന്യൻ. അല്ലാതെ നമ്മൾ വെറുതെ വെള്ളയും വെള്ളിയിട്ട് പുറത്തിറങ്ങി നടന്നുകൊണ്ട് മാത്രം മാന്യത ഉണ്ടാവും നമ്മൾ ധരിക്കാൻ പാടില്ല. അപ്പൊ ഏറ്റവും ബഹുമാനപൂർവ്വം തന്റെ ഇണയെ അല്ലെ താൻ കൈപിടിച്ചു സ്വീകരിച്ചിട്ടുള്ള, കൈപിടിച്ചിട്ടും കൂടെ സ്വീകരിച്ചിട്ടുള്ളതാണ്. ഉത്തരവാദിത്തത്തോടുകൂടി ആ കുട്ടിയുടെ രക്ഷിതാവിൽ നിന്ന് കൈപിടിച്ചിട്ടും കൂടെ സ്വീകരിച്ചിട്ടുള്ളതാണ്. അമാനത്തായിട്ടും കൂടെ സ്വീകരിച്ചിട്ടുള്ളതാണ്. ആ രൂപത്തിൽ, ആ അമാനത്ത് എന്ന രൂപത്തിൽ തന്നെ അത് കൈകാര്യം ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഒരു ഭാഗത്ത് ശ്രമമുണ്ടായാൽ അവിടെ പിന്നെ അപ്പുറത്ത് പരാതി ഉണ്ടാവും. അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കണം. പരാതിയാണ്. ഇങ്ങനെ ഈ ഒരു സമീപനമാണ് ഈ ഭാഗത്തുനിന്നുള്ളതെങ്കിൽ പിന്നെ അപ്പുറത്ത് പരാതിക്ക് ഇടം കുറയില്ലേ. പരാതി ചിലപ്പോൾ അതിന്റെ അപ്പുറം വേറെ പറയാം, അത് വേറൊരു കേസാണ്, അത് നമ്മൾ അടുത്ത ആഴ്ച പറയാം. എന്നാൽ സാധാരണഗതിയിൽ പരാതി കുറയും. അപ്പൊ എന്താ വേണ്ടത്? നമുക്ക് കുടുംബസമാധാനമാണ് നമുക്ക് ആവശ്യമെങ്കിൽ, കുടുംബജീവിതത്തിൽ സ്വസ്ഥതയാണ് നമുക്ക് ആവശ്യമെങ്കിൽ, കുടുംബജീവിതം ഭദ്രമായിട്ട് നിൽക്കുക, അങ്ങനെ നമ്മുടെ ജീവിതം തന്നെ ഭദ്രമായിരിക്കുക. രണ്ട് ലോകത്തും നമ്മൾ ഇഹലത്തിലും പരത്തിലും നമുക്ക് സ്വർഗീയ അനുഭവങ്ങൾ ഉണ്ടാകാം. കുടുംബം ഇവിടെ സ്വർഗമാകുക, പരലോകത്ത് നമ്മൾ സ്വർഗത്തിലെത്തുക. ഇതാണ് നമുക്ക് വേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ കടമ മനസ്സിലാക്കണം. പുരുഷന്മാർ, ഭർത്താക്കന്മാർ എന്ന് അവരോട് പറയണം. ഒരു ഹദീസും കൂടെ പറയാം, അവസാനിപ്പിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ചോദിച്ചു, മാ ഹഖ്ഖു സൗജത്തി അഹദിനാ യാ റസൂലല്ലാഹ്, മാ ഹഖ്ഖു സൗജത്തി അഹദിനാ അലൈഹി. നബിയെ, ഞങ്ങളുടെ ഭാര്യമാരുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് എന്തൊക്കെ ബാധ്യതകൾ ഉണ്ടെന്ന്, കടമകളുണ്ടെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, ഖാല അൻ തുത്ഇമഹാ ഇദാ തുഇംത. എന്റെ കടമകള്, നീ കഴിക്കുന്നുവെങ്കിൽ അവളെയും കഴിപ്പിക്കണം. നീ കഴിക്കുന്നത് പോലെ അവളെയും കഴിപ്പിക്കണം. നീ കഴിക്കുന്നത് പോലെ അവളെ കഴിപ്പിക്കണം. എന്തിനാ ഞാൻ ആവർത്തിച്ച് പറയുന്നത് വെച്ച് കഴിഞ്ഞാല്, ഇതുമൊക്കെ പ്രശ്നങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഭർത്താക്കന്മാരിങ്ങനെ നടന്ന് അങ്ങാടിയിലൊക്കെ തട്ടുകടയിൽ നിന്ന് മറ്റു മറിച്ചതൊക്കെ കഴിച്ചിട്ട്, ബ്രോസ്റ്റും അൽഫാമും ഷവായി മന്തി ഇതൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ, എന്നിട്ട് പിന്നെ ഒരു ഭക്ഷണം വേണ്ട അല്ലെ, അവിടെ അത് കാത്തിരിക്കുക. അവിടുത്തെ ഭക്ഷണം സാധാരണഗതിയിൽ വീട്ടിലുണ്ടാകുന്ന ഭക്ഷണം അവിടെ ഉണ്ടല്ലോ, പരിപ്പും പയറും കുപ്പേരിയും നെയ്യും ഇതൊക്കെ. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ അനീതിയാണ്. നമ്മൾ യാത്ര ഒക്കെ പോകുമ്പോൾ ചിലപ്പോൾ അനിവാര്യമായ ഘട്ടത്തിൽ നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ കഴിക്കേണ്ടി വരും. പക്ഷെ സാധാരണഗതിയിൽ ഒരാൾക്ക് കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ട് കുടുംബത്തെ അവഗണിച്ചുകൊണ്ട് ഒരാൾ ഒറ്റയ്ക്ക് സ്വന്തമായി അയാളുടെ സൗകര്യം നോക്കി ഭക്ഷണവും മറ്റും കഴിക്കുകയാണെങ്കിൽ അള്ളാന്റെ റസൂല് പറഞ്ഞ ഈ ഹദീസിന് എതിരാണ്. ഇത് ചെയ്യാൻ പാടില്ല. വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ച് വീട്ടിൽ പോയിട്ട് നിങ്ങൾ കടന്നുറങ്ങാൻ പറ്റില്ല. നീ കഴിക്കുന്നത് പോലെ അവളോ കഴിപ്പിക്കണം. നീ കഴിച്ചിട്ടുണ്ടെങ്കിൽ അവളും കഴിച്ചിരിക്കണം. നീ കഴിച്ചു തന്നെ അവളും കഴിച്ചിരിക്കണം, അവൾക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ. എന്നിട്ട് പിന്നെ പറഞ്ഞു, നീ ധരിക്കുന്നു, ഉടുക്കുന്നുവെങ്കിൽ അവൾ ഉടുക്കണം. ഉടുക്കുന്നത് തന്നെ ഉടുക്കണം എന്നല്ല, നീ ഉടുക്കുന്നത് പോ അവളും ഉടുക്കണം. അതായത് ഭക്ഷണം, വസ്ത്രം, ഇത്തരം കാര്യങ്ങളിലൊക്കെ
നിനക്കുള്ളതെന്തോ അത് നിന്റെ ഭാര്യയുമായി കൂടി ഷെയർ ചെയ്യണം. അവരുടെ അത്തരം കാര്യങ്ങൾ കൂടി നീ പരിഗണിക്കണം. പിന്നെ പറഞ്ഞു വലാത്തുൽ വജ്ഹ്, മുഖത്തടിക്കരുത്. വലാത്തുഖബ്ബിഹ്, അശ്ലീല വാക്കുകൾ അവൾക്ക് നേരെ പ്രയോഗിക്കരുത്. ഭാര്യയെ ചീത്ത പറയാൻ നമ്മൾ പറയും. അശ്ലീല വാക്കുകൾ, ചീത്ത ഒരിക്കലും ഭാര്യയെ പറയരുത്. വലാ തഹ്ജുർ ഇല്ലാ ഫിൽ ബൈത്ത്, എന്തെങ്കിലും പിണക്കമുണ്ടെങ്കിൽ അത് വീട്ടിൽ ഒതുക്കണം. വീടിന് പുറത്ത് പിണങ്ങി നിൽക്കരുത്. വീടിന് പുറത്ത് ഈ കുടുംബത്തിൽ ഉണ്ടാകുന്ന ഒരു പിണക്കത്തിന്റെ പേരെന്താ? സൗന്ദര്യ പിണക്കം എന്നാ പറയുന്നത്. വലിയ സൗന്ദര്യമൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല, എന്നാൽ പോലും പേരതാണ്. അങ്ങനെ ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഒരു ദിവസം 2 ദിവസം കൊണ്ട് 3 ദിവസം കൊണ്ടല്ലേ. 3 ദിവസത്തിൽ തീരാത്തൊരു സൗന്ദര്യ പിണക്കവും അതും ഉണ്ടാവാൻ പാടില്ല. 3 ദിവസം കഴിഞ്ഞിട്ട് തീരാത്ത സൗന്ദര്യ പിണക്കം അതും ഉണ്ടാവാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയായിട്ട് 3 ദിവസത്തിൽ കൂടുതൽ പിണങ്ങി നിൽക്കാൻ പാടില്ല. അത് കുടുംബത്തിലും ബാധകമാണ്, ഭാര്യക്കും ഭർത്താവിനും ഒക്കെ ബാധ്യതയാണ്. ഇനി അഥവാ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വീടിനകത്ത് തീരണം. പുറത്ത് യാത്ര പോകുമ്പോൾ മറ്റു കാര്യങ്ങളിൽ മറ്റുള്ളയിടത്ത് വെച്ചിട്ട് ദമ്പതികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അവരുടെ പിണക്കം അവരുടെ മറ്റുള്ളവർ അറിയുന്ന കാണുന്ന രൂപത്തിൽ അല്ലെങ്കിൽ അത്ര സംഗതികൾ ഉണ്ടാവാൻ പാടില്ല എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പഠിപ്പിച്ചു. അപ്പൊ ഇങ്ങനെ പല രൂപത്തിൽ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇതൊക്കെ കൂടി ചേർത്ത് മനസ്സിലാക്കിയിട്ട് സമാധാനപൂർണമായ കുടുംബം, സ്വസ്ഥമായ കുടുംബജീവിതം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പുരുഷന്മാർ അവരുടെ റോൾ ഭംഗിയായിട്ട് നിർവഹിക്കുക, ഭർത്താവ് അയാളുടെ കടമ ഭംഗിയായിട്ട് നിർവഹിക്കുക എന്ന കാര്യം അവിടെ ചെയ്തു കഴിയുമ്പോൾ പകുതി അവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു. പിന്നെ ബാക്കി പകുതി മറ്റിടത്താണ്. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച അതും കൂടി ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയണം. അപ്പൊ സ്വസ്ഥമായ ജീവിതം ഉണ്ടാകണം, സന്തോഷമായിട്ടുള്ള ജീവിതം ഉണ്ടാകണം, സമാധാനപൂർണ്ണമായിട്ടുള്ള ജീവിതം നമുക്കുണ്ടാകണം ദുനിയാവിൽ. കാരണം എന്താ അറിയോ, മറ്റൊരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ട്. കുടുംബ പ്രശ്നങ്ങളിൽ അലണ്ട് പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കണ്ടല്ല, നമുക്ക് മറ്റൊരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാനും നേരിടാനും അതിജീവിക്കാനും വെല്ലുവിളികളിലൂടെ കടന്നു പോകാനൊക്കെ ഉണ്ട്. അപ്പൊ അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് നല്ല കരുത്ത്, ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് നമ്മുടെ കുടുംബത്തിൽ നിന്നും നമ്മുടെ ഇണകളിൽ നിന്നും കിട്ടുന്ന കരുത്ത്, ആ കരുത്ത് കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകണം. അസ്വസ്ഥമായ ജീവിതം, സമാധാനപൂർണമായ ജീവിതം ഉണ്ടാകാൻ അത് വളരെ ആവശ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد. أيها المؤمنون أوصيكم عباد الله وإياي ثانيا بتقوى الله. അള്ളാഹു സൂക്ഷിച്ച് ജീവിക്കാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് പിരിഞ്ഞു പോയവർ, ഇന്നലെ നമ്മുടെ കൊക്കാട് നമ്മുടെ മഹല്ലിൽ ഒരു സഹോദരൻ മരണപ്പെട്ടു. നിങ്ങൾക്കറിയാം, ചെട്ടിയന്തൂടി അബ്ദുൽ അസീസ്. അദ്ദേഹം നമ്മുടെ ഈ ഭാഗത്ത് ഒരുപാട് കാലം ഒക്കെ ജോലി ചെയ്തിരുന്ന ആളാണ്, എല്ലാവർക്കും അറിയാം. അള്ളാഹുവിലേക്ക് അദ്ദേഹം ഇന്നലെ യാത്രയായി. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ഖബർ റബ്ബ് സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കട്ടെ. ഖബറിലേക്ക് സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കട്ടെ. നമ്മിൽ നിന്ന് പിരിഞ്ഞുപോയവർക്കെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. നമ്മൾ ഓരോ ആഴ്ചയും പറയും, ഇനി അടുത്ത ആഴ്ച നമ്മൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കും? ആര് പ്രാർത്ഥിക്കും? ഇപ്പൊ ഞാൻ നിന്നിവിടെ പ്രാർത്ഥിക്കും, അതഞ്ഞ് വേറെ ആര് പ്രാർത്ഥിക്കും? ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കും? ഇങ്ങനെ പറയുന്നതാണെന്നറിയാം. ഇത് നമ്മളതിനൊരു സ്ഥിരമായി പറയുന്നൊരു വാചകം. അപ്പൊ 2-3 ആഴ്ചയായിട്ട് ഞാനിത് ആവർത്തിക്കുന്നുണ്ട്. ഇത് സ്ഥിരമായിട്ട് പറയുന്നൊരു വാചകമായിട്ട് നിങ്ങൾ തള്ളിക്കളയരുത്. കാരണം എന്താണെന്നറിയോ, ഇത് ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ച് പറയാം. അപ്പോൾ ഒരു കരുതലോടുകൂടി ജാഗ്രതയോടുകൂടി ജീവിക്കാം. എപ്പോഴും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ തിരിച്ചു വിളിക്കാം. അകത്തേക്ക് പോയ ശ്വാസം ഒരുപക്ഷെ അവസാനത്തെ ശ്വാസമായിട്ട് പുറത്തേക്ക് വരാത്ത ഒരവസ്ഥ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. നമ്മൾ നമ്മുടെ ഖബറിലേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കാം. അപ്പോൾ കരുതലോടെ വേണം ജീവിക്കാൻ, ജാഗ്രതയോടെ വേണം ജീവിക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ രോഗികൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ശിഫ നൽകുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നത്, സാമ്പത്തിക പ്രതിസന്ധികൾ, കച്ചവടത്തിൽ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന പലരുണ്ട്. നാഥാ, നീ അവരുടെ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കണേ റബ്ബേ. ഭാരങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ റബ്ബേ. ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങൾക്ക് വീട്ടാനുള്ള അതിനുള്ള തൗഫീഖ്, അതിനുള്ള സാഹചര്യം ഞങ്ങൾക്ക് ഒരുക്കി തരണേ തമ്പുരാനെ.
ജീവിതത്തിൽ ഞങ്ങൾക്ക് താങ്ങാനാവാത്ത ഭാരങ്ങളാൽ നാഥ ഞങ്ങളെ പരീക്ഷിക്കരുത് റബ്ബേ. ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾക്ക് സമാധാനം നൽകണേ നാഥ. സ്വസ്ഥതയും ശാന്തിയും നൽകണേ തമ്പുരാനെ. ഇരു ലോകത്തും ഞങ്ങളെ അനുഗ്രഹിക്കണേ റബ്ബേ. ഇതുപോലെ നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിലും ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹാജാത്ത് ത്വയ്യിബ് സറാഹും വജഅലിൽ ജന്നത മഅവാനാ വമഅവാഹും അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ اللهم اجرنا ووالدينا من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا آتنا في الدنيا حسنه وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وصلى الله على محمد وآله وصحبه وسلم والحمد لله رب العالمين.